സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ജെറി ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഒരു അടിപൊളി എക്സ്റ്റൻഷനാണ്. എഡിറ്റേഴ്സിനൊക്കെ നല്ല എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എക്സ്റ്റൻഷൻ കൂടിയാണിത്. കുറച്ചായത് ഇറങ്ങിയിട്ട്. സോ ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഡിസ്ക്രിപ്ഷനിലുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ജെറി ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിപ്പ് ഫയൽ കിട്ടും. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ക്രിയേറ്റ് ആക്കിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്താലും മതി. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ 4 ഫയൽസ് കിട്ടും. എന്നിട്ട് ഇതിൽ ഈ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, ഈ ഫോൾഡർ കോപ്പി ചെയ്യുക. Ctrl+C അമർത്തി കോപ്പി ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടത് ദിസ് PCയിലോട്ട് പോയിട്ട് OSൽ പ്രോഗ്രാം ഫയൽസ് 86 കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോയിട്ട് കോമൺ ഫയൽസ് അതിൽ അഡോബ് എന്ന് പറയുന്ന ഫോൾഡറിൽ പോവുക. ഇതിൽ CEP എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്തോട്ട് ചെല്ലുക. ഇവിടെ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ കാണും. ഇവിടെ ഓൾറെഡി ഒരു 3 ഫയൽ ഉണ്ടാവും, അത് നോക്കണ്ട. ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ഒരു 50 MB ഫയലാണ്. സോ ജെറി ഫ്ലോ ഇവിടെ പേസ്റ്റായി വന്ന് കിടക്കുന്നുണ്ട്. ഈ ഒരു ഇത് ക്ലോസ് ആക്കാം. ഇനി ആഫ്റ്റർ എഫക്ട്സിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻസ് ഒന്നുമില്ല, കണ്ടോ? ഈ ഒരു ഓപ്ഷൻ തന്നെ ഡിസേബിൾ ആയിട്ട് കിടക്കുകയാണ്. സോ ഇത് വരണമെങ്കിൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ക്ലോസ് ചെയ്യുക. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഓപ്പൺ ആക്കിയതാണ്. ഈ ഒരു നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറിൽ തന്നെ പോയിട്ട് ഇവിടെ ആഡ് കീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണും. ഇതൊന്ന് ഡബിൾ ടാപ്പ് അടിക്കുക. എന്നിട്ട് എസ് കൊടുക്കുക. ഇതും എസ് കൊടുക്കുക. ഇപ്പോൾ ആ ഒരു സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ആഫ്റ്റർ എഫക്ട്സിലോട്ട് വരാം നമുക്ക്. സോ ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ജസ്റ്റ് ഒരു 4 വീഡിയോസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു വിൻഡോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ജെറി ഫ്ലോ എന്നുള്ള ഇത് കാണാൻ പറ്റും നമുക്ക്. ജെറി ഫ്ലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. സോ വേറെ ലോഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇതാണ് ജെറി ഫ്ലോൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഏതാണോ വീഡിയോ ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു റൊട്ടേറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ 45 ഡിഗ്രി റൊട്ടേറ്റ് ആവും. പിന്നെ -45 അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് റൊട്ടേറ്റ് ആവും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഫ്ലിപ്പ് ഇതൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കോമ്പോസിഷനിൽ ഒരു 1/4 ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റേതാകുമ്പോൾ നമ്മൾ സ്കെയിൽ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ. അതിന് പകരം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണത്. പിന്നെ ഇതിൽ കേർവ്സ് വരുന്നുണ്ട്. കേർവ്സ് ഞാൻ നല്ലപോലെ നോക്കിയിട്ടില്ല. എനിക്ക് മെയിനായിട്ട് ഇതിൽ അട്രാക്റ്റ് ആയ കാര്യം എന്താ വെച്ചാൽ ഈ ഒരു എഫക്ട്സ് എന്നുള്ള പാനലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രസെറ്റ്സ് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, ഷെയ്ക്ക് ഉണ്ട്, അസെറ്റ്സ് ഉണ്ട്. ഇതിൽ ഷെയ്ക്ക് എന്നുള്ള ഒരു പോർഷൻ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന കാര്യം ഇതിൽ ഭയങ്കര ഒരൊറ്റ ക്ലിക്കിൽ നമുക്കിതിൽ ഇവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ ഒരു 2 വീഡിയോ സാധാ പോലെയാണ് സ്കിപ്പ് ആവുന്നത്. നോർമൽ, വേറെ ട്രാൻസിഷൻസോ കാര്യങ്ങളൊന്നുമില്ല. സോ കറക്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ഇടയ്ക്ക് കൊണ്ടുവച്ചിട്ട് ഏതാണോ തൊട്ട് താഴെയുള്ള ലെയർ, ഏത് വീഡിയോയ്ക്കാണോ നമ്മൾ ജമ്പ് ആവുന്നത് ആ ലെയർ, ആ ഒരു വീഡിയോൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബേസിക് ആയിട്ടുള്ളൊരു ഷേക്ക് ആണെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്ലൈ ആവും. കണ്ടോ? ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഒരുപാട് ലാഗും എടുക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ തനിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കതൊരു ആ ഒരു എഫക്റ്റായി. ഇത് ഞാൻ ക്ലിയർ ആക്കുവാണ്. Ctrl+Z കൊടുത്തിട്ട് വേറൊരു എഫക്റ്റ് ഇടുക. ഇത് വേറൊരു എഫക്റ്റ്. അതേപോലെ ഒരു വേവി എഫക്റ്റ് കിട്ടും. ഇത് അടിപൊളിയായിട്ട് തോന്നും. അങ്ങനെ ഇതിൽ ഒരു 10-14 എഫക്റ്റുകളും ഉണ്ട്, ഷെയ്ക്ക് എഫക്റ്റുകളും ഉണ്ട്.
പിന്നെ ഈ എഫക്ട്സ് പാനൽ നോക്കുകയാണെങ്കിൽ ഇതിൽ 3D ക്യാമറ ട്രാക്കർ ഉണ്ട്, ഫോഴ്സ് മോഷൻ ബ്ലർ ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്. സോ ഈ ഒരു ജെറി ഫ്ലോ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. സോ ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറച്ചും കൂടിയൊക്കെ നമ്മുടെ വർക്ക് ഈസി ആവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എഡിറ്റേഴ്സിനും ഈ റീൽ എഡിറ്റ് ചെയ്യുന്നവർക്കും സ്പീഡ് റാമ്പ് എഡിറ്റൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. സോ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.